പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത. നമ്മൾ അവരോട് പ്രാർത്ഥിക്കുകയല്ല, അവരോട് ചേർന്ന് ദൈവസന്നിധിയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന്. ഈ ദിവസങ്ങളിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായെ പോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ സജീവമായിരുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, പരിശുദ്ധനായ ഏലിയ ദീർഘദർശിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സജീവമായിരിക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം, പുതിയ നിയമത്തിൽ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് തങ്ങളുടെ പ്രവചനത്തിലെ വാക്യങ്ങൾ കൊണ്ടാണ് പല പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ കാണപ്പെടുന്നത്. അത് യെശയ്യാ പ്രവാചകനാണെങ്കിലും ഇരമ്യ പ്രവാചകനാണെങ്കിലും മീഖ പ്രവാചകനാണെങ്കിലും സക്കറിയ പ്രവാചകനാണെങ്കിലും ഒക്കെ അവരുടെ പ്രവചനത്തിലെ വചനങ്ങളെയാണ് സുവിശേഷകന്മാർ പലപ്പോഴും ആലേഖനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തിപരമായി വളരെയധികം സജീവനായിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അതിന് കാരണമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഴയ നിയമ പുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന മലാഖി പ്രവചനത്തിൽ അതിൻ്റെ അവസാനത്തെ അധ്യായമായിരിക്കുന്ന 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതായത് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ ഏലിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയച്ചു തരും. ഞാൻ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ മശിഹായുടെ വരവ് എന്നുള്ളതാണ്. മശിഹ വരുന്നതിന് മുമ്പായിട്ട് ആര് വരും? ഏലിയ പ്രവാചകൻ വരും. മശിഹ വരുന്നതിന് മുമ്പായിട്ട് ഏലിയ പ്രവാചകൻ വരും. എന്തിനാണ് ഏലിയ പ്രവാചകൻ വരുന്നത്? യഹോവയായ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും നിരപ്പിക്കും. അപ്പൊ ഈ ഭൂമി നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ സൃഷ്ടി നശിച്ചു പോകാതിരിക്കേണ്ടതിന് മശിഹ വരുന്നതിന് മുമ്പ് എല്ലാവരെയും ഒരുക്കുന്നതിനായിട്ടാണ് ഏലിയ പ്രവാചകൻ വരുന്നത്. അങ്ങനെ ഏലിയ പ്രവാചകൻ വരും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. 3 രീതിയിൽ അവർക്ക് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവർ വിശ്വസിച്ചിരുന്നത് മശിഹ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരും. അതായത് ഏലിയാവ് എങ്ങനെയാണ് പോയത്? സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു, അല്ലേ? അഗ്നിരഥങ്ങൾ വന്ന് ഏലിയാവിനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ ഏലിയാവ് അതേപോലെ തിരിച്ചു വരും എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ഇനി അങ്ങനെ വന്നില്ല എങ്കിൽ അവർക്ക് മറ്റൊരു വിശ്വാസമുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ മറ്റൊരു പ്രവാചകൻ വരും. അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. മൂന്നാമത് അവർ വിശ്വസിച്ചിരുന്നു, ഇനി ഏലിയാവ് വന്നില്ലെങ്കിലും ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ആരും വന്നില്ല എങ്കിലും മറ്റൊരു പ്രവാചകൻ വരും. കാരണം എന്താ? ഈ പ്രവചനം കുറച്ച് കാലങ്ങളായിട്ട് ഇല്ല. അപ്പോൾ മശിഹ വരുന്നതിന് മുമ്പായിട്ട് വേറെ ഒരു പ്രവാചകൻ കൂടെ വരും എന്നുള്ളൊരു പ്രതീക്ഷ
യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് യോഹന്നാന്റെ സുവിശേഷം നിങ്ങളൊന്ന് നോക്കിയാൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്. യോഹന്നാൻ സ്നാപകൻ, കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട്. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് വന്നു. വെളിച്ചമാരാണ്? സത്യവെളിച്ചമായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് ആളെ അയച്ചു. ആരൊക്കെയാ വന്നത്? പുരോഹിതന്മാരും ലേവ്യന്മാരും വന്നു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ. വന്നിട്ട് യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ആദ്യമേ പറയുന്ന ഉത്തരം എന്താണ്? ഞാൻ ക്രിസ്തുവല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ? യഹൂദന്മാർ പ്രതീക്ഷിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? ക്രിസ്തുവാണ്, മശിഹയാണ്. അപ്പൊ ഈ മശിഹ ആണ് താൻ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ ക്രിസ്തുവല്ല. അപ്പൊ രണ്ടാമത് അവർ ചോദിക്കുന്നത് എന്താ? നീ ഏലിയാവാണോ? അതാ ഞാൻ പറഞ്ഞത്. മലാക്കി പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്, നീ ഏലിയാവാണോ? മശിഹ അല്ലെങ്കിൽ മശിഹ വരുന്നതിന് മുമ്പ് വേറൊരാൾ വരണമല്ലോ, അത് ഏലിയാവാണ്. നീ ഏലിയാവാണോ? അപ്പോ യോഹന്നാൻ സ്നാപകൻ ഉത്തരം പറയുന്നു, ഞാൻ ഏലിയാവല്ല. അപ്പൊ മൂന്നാമത് അവർ ചോദിക്കുന്നത് എന്താണ്? നീ ഒരു പ്രവാചകനാണോ എന്നാണ് ചോദിക്കുന്നത്. നീ ഒരു പ്രവാചകനാണോ? ഇതെല്ലാം അവരുടെ വിശ്വാസമായിരുന്നു. മശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വരാം, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരാം, ഒരു പ്രവാചകൻ വരാം. അപ്പോ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്നു, നീ ഒരു പ്രവാചകനാണോ? അപ്പോ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാൻ പ്രവാചകനല്ല. ഇത് അവരുടെ യഹൂദന്മാരുടെ പൊതുവായ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ഈ ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടെ ഒരുവൻ വന്നിരിക്കുന്നു. യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് അവൻ ഏലിയാവാണെന്നാണ്. യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവനാണവൻ. മറ്റൊരു സ്ഥലത്ത് യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഏലിയാവ് വന്നിരിക്കുന്നു. നിങ്ങൾ ഏലിയാവിനെയല്ലേ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഏലിയാവ് വന്നിരിക്കുന്നു. കാരണം മശിഹ ഞാനാണ്, എനിക്ക് മുമ്പായി ഏലിയാവ് എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ല. പിന്നീട് നമ്മൾ ഏലിയ പ്രവാചകനെ വളരെ സജീവമായി സുവിശേഷങ്ങളിൽ കാണുന്നത് അവിടെയാണ്. താബോർ മലയുടെ മുകളിൽ യേശു തമ്പുരാൻ തേജസ്കരിക്കപ്പെട്ട് താൻ ആരാണെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക്, കൂടെയുള്ള 3 ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആരെയാണ്? ഏലിയ പ്രവാചകനെയും മോശയെയുമാണ് കാണുന്നത്. മോശയും ഏലിയ പ്രവാചകനും അവിടെ കർത്താവിനോട് അവന്റെ നിര്യാണത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ തൻ്റെ പ്രവചനത്തിലെ വാക്യങ്ങളിലൂടെയല്ല, വ്യക്തിപരമായി തന്നെ ഇടപെട്ട ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പിതാക്കന്മാരും നേതാക്കന്മാരും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ പരസ്യപ്പെടുത്തുന്നതിന് അവർക്ക് ഒരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഇസ്രായേലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ യഹൂദന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പാലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പഴയ നിയമകാലത്തെ ഇസ്രായേലിനെ കുറിച്ച് അവരുടെ പിതാക്കന്മാരെ കുറിച്ചോ നേതാക്കന്മാരെ കുറിച്ചോ പറയുന്നതിന്, അവരുടെ പൂർവ്വകാലം, നമ്മൾ പൂർവാശ്രമം എന്ന് പറയുന്ന പൂർവ്വകാലത്തിൽ അവർക്ക് സംഭവിച്ചു പോയ കുറവുകളെ കുറിച്ച് പറയുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, മോശ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവും പിതാവുമാണ് മോശ. അവരെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവനാണ്. അവർക്ക് 10 കൽപ്പനകളെ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്തവനാണ്. സീനായ് മലയുടെ മുകളിൽ വെച്ച് ദൈവത്തെ മുഖാമുഖം കണ്ടവനാണ് മോശ എന്നാണ് പറയുന്നത്. ആ മോശയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചു. എന്താണ്? മോശ മിസ്രൈമിനെ അടിച്ചു കൊന്നവനാണ്. ഇസ്രായേലിനോടുള്ള താല്പര്യം കൊണ്ടും തീവ്രത കൊണ്ടുമായിരിക്കാം, അവര് അവിടെ അടിമകളായിരുന്നു എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ മോശ ഇങ്ങനെ ഒരു തെറ്റ് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് അവർ മറച്ചു വെച്ചില്ല. രണ്ടാമത് നമുക്കറിയാം, അവരുടെ ഗോത്രപിതാവ്
യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇസ്രായേൽ എന്നുള്ള പേര് ലഭിച്ചത് യാക്കോബിൽ നിന്നാണ്. ആ യാക്കോബ് വളരെ ഉപായിയായ ഒരു മനുഷ്യനായിരുന്നു. യാക്കോബിനെ ഉപായി എന്നാണ് വിളിക്കുന്നത് തന്നെ. എന്തുകൊണ്ടാ? തൻ്റെ ജ്യേഷ്ഠാവകാശം, തൻ്റെ സഹോദരനിൽ നിന്ന് ജ്യേഷ്ഠാവകാശം ഉപായത്തിലൂടെ നേടിയെടുത്തവനാണ് യാക്കോബ്. തൻ്റെ അമ്മായിയപ്പനിൽ നിന്ന് സ്വത്തുവകകൾ ഉപായത്തിലൂടെ നേടിയെടുത്തവനാണ് യാക്കോബ്. പക്ഷെ ആ ചരിത്രമൊന്നും അവർ മറച്ചു വെച്ചില്ല. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു നേതാവായിരിക്കുന്ന ദാവീദാണ് അവർക്ക് യെരുശലേം പട്ടണം കൊടുത്തത്. ദാവീദാണ് അവരെ വലിയ ശത്രുക്കളിൽ നിന്നൊക്കെ വീണ്ടെടുത്തതും വലിയ ഒരു സാമ്രാജ്യമായി ഇസ്രായേലിനെ ആക്കി തീർത്തതും ദാവീദാണ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിച്ചു. അദ്ദേഹം വ്യഭിചാരം ചെയ്തു. ആ വ്യഭിചാരത്തെ പ്രതി അദ്ദേഹം ഒരു കൊലപാതകവും ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ മറച്ചു വെച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അവരുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ ഈ പറയുന്ന, അവരുടെ ആത്മീയ നേതാക്കന്മാരും പിതാക്കന്മാരുമല്ലേ ഈ പറയുന്ന മോശയും യാക്കോബും ദാവീദുമൊക്കെ. പക്ഷെ അവരുടെ കുറവുകളെ കുറിച്ച് അവർ മറച്ചു വെച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യനും കുറവുകളുണ്ട്. ഇങ്ങനെ കുറവുകളുള്ള മനുഷ്യരെയാണ് ദൈവം തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. മിസ്രയീമിനെ അടിച്ചു കൊന്നവനായ മോശയെ ഇസ്രായേലിനെ വിടുവിക്കുന്നതിനായി യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം അവരെ തൻ്റെ വലിയ ദൗത്യങ്ങൾക്കായി ദൈവം അവരെ വിളിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഞാൻ ഈ 3 പേരെ കുറിച്ച് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതേപോലെ ഒരു കാര്യം നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ഏലിയ പ്രവാചകനെ കുറിച്ചും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത്ര പ്രകടമല്ല വാക്യങ്ങളിൽ എങ്കിലും ആ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏലിയ പ്രവാചകനിലും ചില കുറവുകളും തെറ്റുകളും സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏലിയ പ്രവാചകനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം. അവിടെ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബ് രാജാവിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബ് രാജാവിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഇത് വളരെ, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് വലിയ അപകടങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഏലിയാവ് ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏലിയാവ് ആഹാബ് രാജാവിനോട് എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനാണ് ഏലിയാവ് എന്നുള്ള ആ ഭാഗം വളരെ ക്ലിയറാണ്. ഏലിയാവ് അവിടെ നിന്ന് വന്നവനാണ്. എന്നാൽ രണ്ടാമത് ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ആണയിടുകയാണ്. യഹോവയുടെ പേരിൽ അദ്ദേഹം ആണയിടുകയാണ്. ആ വാക്യത്തിന്റെ അതിൻ്റെ വാച്യാർത്ഥം, അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് പറയുകയാണെങ്കിൽ മലയാളത്തിൽ അത് ഇപ്രകാരമായിരിക്കും: ഞാൻ ആരുടെ മുമ്പിൽ, ആരുടെ മുഖത്തിന് നേരെ നിൽക്കുന്നുവോ ആ ഇസ്രായേലിന്റെ ദൈവമായി യഹോവയുടെ നാമത്തിൽ ഞാൻ ആണയിടുന്നു എന്നാണ്. ഞാൻ ആരുടെ മുഖത്തിന് നേരെ നിൽക്കുന്നുവോ ആ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ ആണയിട്ട് പറയുന്നു എന്നാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. പഴയ നിയമത്തിൽ 3 വിധത്തിലുള്ള ദൈവസന്നിധിയിലുള്ള കൂടിവരവുകളെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള കൂടിവരവുകളാണ്. ഒന്നാമത്തെ കൂടിവരവിന് നമ്മൾ എബ്രായ ഭാഷയിൽ അവർ കഹാൽ എന്ന് പറയും. കഹാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇസ്രായേൽ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നതിനായി കൂടി വരുന്ന ആ ജനക്കൂട്ടത്തിന്, ആ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് കഹാൽ എന്ന്. ഇന്ന് നമ്മൾ സഭ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ മൊത്തത്തിൽ നമ്മളിവിടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായി വന്നു ചേർന്നിരിക്കുന്ന ഈ കൂട്ടായ്മയെ സഭ എന്നാണ് പറയുന്നത്, അല്ലേ?
ആ സഭ എന്ന് പറയുന്നതിനെയാണ് കഹാൽ എന്ന് പറയുന്നത്. അത് ദൈവസന്നിധിയിലുള്ള ഒന്നാമത്തെ കൂടിവരവാണ്. രണ്ടാമത്തേത് ദൈവവും മാലാഖമാരുമായിരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ദൈവവും മാലാഖമാരും ഒന്നിച്ചു ചേർന്ന് ദൈവസന്നിധിയിൽ അവരൊന്നിച്ചു ചേർന്നിരിക്കുന്നതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഏതാ എന്നാണ് പഴയ നിയമത്തിൽ ഹെബ്രായ ഭാഷയിൽ അതിന് പറയുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ അത് വായിക്കുന്നുണ്ട്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദൈവം ദേവസഭയിൽ നിൽക്കും. ദേവസഭ എന്ന് പറയുന്നത് യഹോവയായ ദൈവവും മാലാഖമാരും ചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് ദേവസഭ എന്നുള്ളത്. മൂന്നാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ അതിന് സോദ് എന്ന് പറയും. സോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയായ ദൈവവും തൻ്റെ പ്രവാചകന്മാരും ഒന്നിച്ചു ചേർന്ന് കൂടിയിരിക്കുന്ന ഒരു സമിതിയുടെ പേരാണ് ഈ സോദ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സൗഹൃദമുള്ള സ്ഥലം എന്നാണ്. ദൈവത്തിൻ്റെ സഖിത്വമുള്ള സ്ഥലം. എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ സൗഹൃദമുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത്? യഹോവയായ ദൈവം ഈ പ്രവാചകന്മാരെയും ഒക്കെ തൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ഞാനിനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, പിന്നെ എന്താ വിളിക്കുമെന്നാ പറഞ്ഞേ? സുഹൃത്തുക്കളെന്ന് വിളിക്കും. ഞാൻ നിങ്ങളെ ഇനി സുഹൃത്തുക്കളെന്ന് വിളിക്കും. അതുപോലെ ഒരു സൗഹൃദ കൂട്ടായ്മ യഹോവയ്ക്കുണ്ട്. അത് തൻ്റെ പ്രവാചകന്മാരുമായിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചിട്ടാണ് പ്രവാചകന്മാരോട് പറയുന്നത്, നിങ്ങൾ ജനത്തോട് പോയി ഇങ്ങനെ സംസാരിക്കണം. ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ പറയുന്ന സ്ഥലമാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയെ കുറിച്ചാണ് ഏലിയ പ്രവാചകൻ പറയുന്നത്, ഞാൻ ആരുടെ മുഖത്തിന് നേരെ നിൽക്കുന്നുവോ ദൈവത്തിൻ്റെ സൗഹൃദമുള്ള ആളാണ് ഞാൻ. അല്ലെ, നല്ലൊരു പ്രൊഫൈലാണ്. നമ്മളിപ്പോൾ പിള്ളേർ പറയുന്ന പോലെ പ്രൊഫൈലാണത്. നല്ലൊരു പ്രൊഫൈലാണ്. ആരാണ് ഏലിയ പ്രവാചകൻ? ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ സൗഹൃദമുള്ള ആളാണ് ഏലിയ പ്രവാചകൻ. പക്ഷെ അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നിങ്ങൾ പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളപ്പോൾ നമുക്കറിയാം, ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. യഹോവയുടെ അരുളപ്പാട് യോവേൽ പ്രവാചകന് ഉണ്ടായതെന്തെന്നാൽ, യഹോവയുടെ ദർശനം എസക്കിയേലിന് ഉണ്ടായതെന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് ആമോസ് പ്രവാചകന് ഉണ്ടായതെന്തെന്നാൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യഹോവ അരുളി ചെയ്യുന്നു, പ്രവാചകൻ അത് ജനത്തോട് പോയി പറയുന്നു. പക്ഷേ ഏലിയാവിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. ഏലിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ അവിടെ ആദ്യമേ വായിക്കുന്നത് എന്താ? ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. യഹോവ പറഞ്ഞിട്ടെന്നാണോ പറഞ്ഞേ? യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണോ പറഞ്ഞേ? അല്ല, ഞാൻ സേവിച്ചു നിൽക്കുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ആ പ്രൊഫൈലൊക്കെ കൊള്ളാം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണ്, ഞാൻ ദൈവത്തിൻ്റെ സൗഹൃദമുള്ള ആളാണ്, അതൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ലതാ. പക്ഷെ പിന്നെ ഈ ഞാനാണ് അവിടെ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഈ ഞാൻ എന്നുള്ള ഭാവം നമ്മൾ ആത്മീയമായി എത്ര വളർന്നാലും നമുക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരി, ഇവിടെ ഇരിക്കുന്ന പലർക്കും അച്ഛൻ പറഞ്ഞതുപോലെ വലിയ ദൈവാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ആ ദൈവാനുഭവങ്ങൾ നമുക്ക് അഹന്തയ്ക്ക് കാരണമാകാൻ ഇടവരരുത്. അതിന് ആത്മീയ അഹന്ത നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആത്മീയതയും അഹന്തയും ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിലായിരുന്ന ദൈവവുമായി ഇടപെട്ട് ദൈവത്തിൽ നിന്ന് ധാരാളം കൃപകളെ ലഭിച്ചവരാണെങ്കിൽ നമ്മൾ എന്തായിത്തീരണം? വിനയമുള്ളവരായിത്തീരണം. അതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ വിനയമുള്ളവരായിത്തീരണം. ഏലിയാവിൻ്റെ കാര്യത്തിൽ ആ വിനയം നമ്മൾ കണ്ടില്ല. ജിത്തു കൃഷ്ണമൂർത്തി എന്നൊരാളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചും ഒക്കെ കേട്ട് കാണും. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരു ആത്മീയ ഗുരുവാണ് ജിത്തു കൃഷ്ണമൂർത്തി. അദ്ദേഹം കുരിശിനെ കുറിച്ച് പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്. കുരിശ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വ്യാഖ്യാനം ഇപ്രകാരമാണ്. ഈഗോ എന്ന് നമ്മൾ കേട്ട് കാണും. നമ്മൾ പറയത്തില്ല അവന് ഭയങ്കര ഈഗോ എന്ന് പറയത്തില്ലേ? ഈഗോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനെന്നാണ്. അപ്പോൾ അവന് വലിയ ഞാനെന്ന ഭാവമാണ് എന്നാണ് ഈഗോയുടെ പ്രശ്നം. അപ്പോൾ ഈ ജിത്തു കൃഷ്ണമൂർത്തി പറയുകയാണ്, ഈ കുരിശ് എന്ന് പറഞ്ഞാൽ ഈഗോ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഞാനെന്നെങ്ങനെയാണ് എഴുതുന്നത്? ഐ എന്നാണല്ലോ എഴുതുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഐ എന്ന് പറയുന്ന ഞാനിനെ ഇല്ലാതെയാക്കുകയാണ്. അതിന് നടുക്കൂടെ ഒരു വര അങ്ങോട്ട് വരയ്ക്കുക എന്നുള്ളതാണ് കുരിശ് എന്ന് പറയുന്നത്.
ഞാൻ എന്ന ഭാവത്തെ നമ്മൾ ഓരോ തവണ കുരിശു വരയ്ക്കുമ്പോൾ ഇതും കൂടെ ഓർക്കുന്നത് നല്ലതാ. ഞാൻ എന്ന ഭാവത്തെ ഞാൻ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഐനെ ഒരു നടുക്കൂടെ ഒരു വര വരച്ച് ഞാനങ്ങ് ഇല്ലാതാക്കിയാണ്. ഓരോ സമയത്തും ദൈവസന്നിധിയിൽ കുരിശു വരയ്ക്കുമ്പോൾ ഇതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കുരിശ് വിനയത്തിൻ്റെതാണ്, അല്ലേ? രാജാവായിരിക്കുന്ന ദൈവമായിരിക്കുന്നവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി വിനയപ്പെട്ട് എവിടെ? കുരിശു മരണത്തോളം വിനയപ്പെട്ടവനാണ്. കുരിശ് വിനയത്തിൻ്റെതാണ്. ഏലിയ പ്രവാചകന് സംഭവിച്ച ആദ്യത്തേതും അവസാനത്തേതും എന്ന് പറയാം. പിന്നീട് ഏലിയാവിനെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. കാരണം യഹോവയായ ദൈവം ഏലിയാവിനെ വിളിച്ചത് വലിയ കാര്യങ്ങൾ യഹോവയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആദ്യമേ തന്നെ ഏലിയാവിന് പറ്റിപ്പോയ തെറ്റ് ഞാൻ എന്ന ഭാവമാണ്. ആ ഞാൻ എന്ന അഹങ്കാരത്തെ ഇല്ലാതെയാക്കുവാനായിട്ട് യഹോവയായ ദൈവം എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നീട് നാം കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ആദ്യത്തേത് പറഞ്ഞു, തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്. ഇപ്പോഴാണ് യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്. ഇപ്പോഴാണ് ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. ആദ്യം പറഞ്ഞത് യഹോവയുടെ സന്നിധിയിൽ ചിലപ്പോൾ കേട്ട കാര്യം ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായിരിക്കുന്നു. അതിൽ യഹോവയായ ദൈവം 2 നിർദ്ദേശങ്ങളാണ് ഏലിയാവിന് വെക്കുന്നത്. ഒന്നാമത്തേത് നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. അവിടെ നിന്ന് യഹോവയായ ദൈവം അരുളപ്പാട് ഏലിയാവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ പോയി ഒളിച്ചിരിക്കാൻ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ പോയി ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. കെരീത്ത് തോടിനരികെ പോയി ഒളിച്ചിരിക്കുക. ആ നാടിൻ്റെ ഭൂമിശാസ്ത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഈ ഗിലെയാദിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവെന്നല്ലേ നമ്മൾ ആദ്യം വായിച്ചത്. ഈ ഗിലെയാദിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കെരീത്ത് എന്ന് പറയുന്നത്. കെരീത്തിന്റെ തോട്ടിലാണ് പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞത്. എന്തൊരു അപമാനമാണെന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ വീട്ടുകാരുള്ള, തൻ്റെ കുടുംബക്കാരുള്ള, തൻ്റെ നാട്ടുകാരുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഏലിയാവ് ഒളിച്ചിരിക്കുകയാണ്. യഹോവയായ ദൈവം ആരോടെങ്കിലും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതല്ല. ഇരിക്കാൻ പറയുന്നത്, ഇരിക്കുക, എഴുന്നേക്കുക എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിൽ, ഈ വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. ഇരിക്കുന്നത് നമ്മുടെ കുറവുകളെ കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന പശ്ചാത്താപത്തോടുകൂടെ ആലോചിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. തൻ്റെ സ്വന്തം നാട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ ഏലിയാവിനോട് യഹോവയായ ദൈവം പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, റിട്രോസ്പെക്ഷൻ എന്ന് പറയും. റിട്രോസ്പെക്ഷൻ എളുപ്പം വാക്ക് ഇച്ചിരി അടുത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്താണ് പറ്റിയത് എന്ന് നോക്കുക എന്നുള്ളതാണ് റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പുറകോട്ട് നോക്കുക, എവിടെ പോയി, എന്തു പറ്റി എന്ന് പുറകോട്ട് നമ്മുടെ ചരിത്രം ഒന്ന് നോക്കുന്നതിനെയാണ് റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഈ ആഫ്രിക്കക്കാർക്ക് ഒരു നല്ല പഴഞ്ചൊല്ലുണ്ട്, നിങ്ങളത് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലൊരു പഴഞ്ചൊല്ലാണ്. അതിനകത്ത് അവർ പറയുന്ന ഇപ്രകാരമാണ്: ഡു നോട്ട് ലുക്ക് വെർ യു ഫെൽ ബട്ട് വെർ യു സ്ലിപ്ഡ്. നിങ്ങൾ എവിടെയാണ് വീണത് എന്ന് നിങ്ങൾ നോക്കരുത്. പിന്നെ എന്താ നിങ്ങൾ നോക്കേണ്ടത്? എവിടെയാണ് നിങ്ങൾ തെന്നിയത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം തെന്നിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നായിരിക്കും നമ്മൾ വീഴാൻ പോകുന്നത്. അപ്പോൾ ആ വീണ സ്ഥലത്ത് നിങ്ങൾ നോക്കണ്ട, എവിടെയാണ് തെന്നിപ്പോയത് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. നമ്മൾ ആ പ്രശ്നങ്ങളെ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയാം, അവൻ കാരണമാണ് എനിക്ക് ഈ കുഴപ്പമുണ്ടായത്, ഇവൻ കൂടോത്രം ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്, അന്ന് മഴ പെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. അങ്ങനെ നമ്മൾ പുറമേ നിന്ന് 100,000 കാരണങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ ഒന്ന് പുറകോട്ടോ അകത്തോട്ടോ ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടോ?
അതെപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും ഏതോ ഒരു സിനിമയിലാണോ ഒരു പുസ്തകത്തിലാണോ ഞാൻ വായിച്ചിട്ടുണ്ട്, അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന്. അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. വളരെ കറക്റ്റാണ്. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ആശ്വസിപ്പിക്കും, ഇതെൻ്റെ കുഴപ്പമല്ല, അവൻ്റെ കുഴപ്പമാണ്, ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റൊക്കെ അവനാണ് ചെയ്തത്, അല്ലേ? അത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണത്. അങ്ങനെ ഉണ്ടാകുന്ന അന്നേരത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കുമെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. എൻ്റെ ഭാഗത്ത് കുറവുണ്ട്, എൻ്റെ ഭാഗത്തെ തെറ്റുണ്ട്, അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. റിട്രോസ്പെക്ഷൻ വളരെ ആവശ്യമാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ്, കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കൈസരിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എന്നാ പറയുന്നത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവനൊരു ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ചോദിക്കും, നിങ്ങളെന്താ പറയുന്നത്? എൻ്റെ കൂടെ കുറച്ച് നാളായില്ലേ നടക്കുന്നു, നിങ്ങളെന്തോ പറയുന്നു? അപ്പോൾ പത്രോസ് വലിയ കാര്യമായിട്ട് യേശുവിനോട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു. വളരെ സത്യമാണ്, വലിയ കാര്യമാണ് പറഞ്ഞത്, വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തിയത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു വിചാരിച്ചു, ഇവനിപ്പോൾ ഇത്രയും ബോധമൊക്കെ വെച്ചല്ലോ, കൂടെയുള്ളവർക്കും ആവശ്യത്തിന് വെളിവൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും യേശു തമ്പുരാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ മശിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതെന്താണ്? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവൻ കുരിശിക്കപ്പെടും, അവരവനെ ഉപദ്രവിക്കും, അവൻ കുരിശിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യം പത്രോസിന് മനസ്സിലായില്ല. മശിഹ ആണെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഞാൻ പറഞ്ഞില്ല, ആത്മീയതയിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്കൊരു അന്ധതയാണ്, എല്ലാം ശരിയാണെന്നുള്ളൊരു തോന്നലാണ്. അത് മാത്രം പത്രോസിന് മനസ്സിലായില്ല. പത്രോസ് എന്താ, യേശുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയും, അയ്യോ നിനക്ക് ഇങ്ങനൊന്നും സംഭവിക്കരുത്, കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മശിഹ രാജാവാണ്, ഇങ്ങനെ പോയി വല്ലവരും പോയി ഉപദ്രവിക്കുകയും കുരിശിക്കപ്പെടുകയും ചെയ്യാനുള്ളവനല്ല ഞങ്ങളുടെ മശിഹ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് എന്താണ് അവനോട് പറയുന്നത്? സാത്താനെ എന്നെ വിട്ടുപോ എന്നൊക്കെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ കറക്റ്റാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്നാണ്. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ എൻ്റെ പിന്നിലോട്ട് പോവുക. എന്തിനാ അങ്ങനെ പറഞ്ഞത്? സാത്താൻ എന്നൊക്കെയാണ് വിളിച്ചത് വളരെ കടുത്ത ഭാഷയാണ്. നീ ആലോചിക്കുന്നത് സാത്താനുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാ പിന്നിലോട്ട് പോകാൻ പറഞ്ഞു? പിന്നിലോട്ട് പോകാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ ഇനി മുന്നേ നടക്കുന്നുണ്ട്, എൻ്റെ പുറകെ നടന്ന് നീ കാര്യങ്ങളൊക്കെ പഠിക്കുക. നീയും പഠിക്കാനുണ്ട്. ഏലിയാവിനോട് പറയുന്ന അതാണ്, നീ പ്രവാചകൻ ആണെന്ന് വിചാരിച്ചിട്ടാണ്, നീ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ഗൗരവതരമായി പക്വതയോടുകൂടെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നിന്നെ എൻ്റെ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വിളിച്ചത്. പക്ഷേ ഇപ്പോ നീ പുറകോട്ട് നോക്കേണ്ട അവസ്ഥയിലാണ്. നൗ യു ഹാവ് ടു ലുക്ക് ബാക്ക്. നീ പുറകോട്ട് നോക്കിയിട്ട് നിനക്ക് എന്താ പറ്റിയെന്നൊന്ന് നീ നോക്ക്. പത്രോസിനോട് പറഞ്ഞതും അതാണ്, എൻ്റെ പിന്നാലെ വരിക, നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു കാര്യം ഈ നീസായിലെ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് മോശയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്. മോശ യഹോവയായ ദൈവത്തെ കാണാൻ സീനായി മലയുടെ മുകളിലേക്ക് പോയല്ലോ. അവിടെ 40 ദിവസം ഉപവസിച്ച് 10 കൽപ്പനകളൊക്കെ കൊടുക്കാനായിട്ട് അവിടെ കയറി ചെന്നപ്പോൾ മോശ യഹോവയായ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? എനിക്ക് നിന്റെ മുഖം കാണണം, എനിക്ക് നിന്റെ മുഖം കാണണം. വലിയ പ്രശ്നമാണ്, വലിയൊരു ആഗ്രഹമാണ്, ന്യായമായ ആഗ്രഹമാണ്. ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചില്ലേ, ഇനി മുഖവും കൂടെ ഒന്ന് കാണണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് യഹോവയായ ദൈവത്തോട് മോശ ചോദിക്കുന്നത്, എനിക്ക് നിന്റെ മുഖം കാണണം. അപ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? യഹോവ എന്താണ് പറയുന്നത്? എൻ്റെ മുഖം കാണാൻ പറ്റില്ല, കാണുന്നവൻ ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ മോശയുടെ നിർബന്ധത്തിന് വഴങ്ങി യഹോവയായ ദൈവം സമ്മതിക്കുകയാണ്. സമ്മതിച്ചിട്ട് എന്താണ് മോശയോട് പറയുന്നത്? നീ ആ പാറയുടെ ഇടയിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോശ എന്താണ് കണ്ടത്? ദൈവത്തിൻ്റെ തേജസ് ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ നീസായിലെ ഗ്രിഗോറിയോസ് അതിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, മോശയ്ക്ക് മുഖം കാണാനായിട്ട് സാധിച്ചില്ല, കടന്നു പോകുന്ന യഹോവയുടെ പിൻഭാഗമാണ് കാണുന്നത്, നടന്നു പോകുന്ന യഹോവയുടെ തേജസ്സിൻ്റെ ബാക്കിയാണ് മോശ കാണുന്നത്. എന്തിനായിരിക്കും അങ്ങനെ ഒരു കളിയാക്കലാണോ മോശയോട് ഈ യഹോവയായ ദൈവം ചെയ്യുന്നത്? അതിന് നീസായിലെ ഗ്രിഗോറിയോസ് പറയുകയാണ്, ദൈവം മുന്നേ നടക്കുന്നു, മോശ പിന്നാലെ നടക്കേണ്ടവനാണ്. പിന്നാലെ നടന്ന് ഇനിയും ധാരാളം ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഉടനെ കയറി അങ്ങ് മനസ്സിലാക്കിയാൽ അത് പൂർണ്ണമാകില്ല.
ഇനിയും ധാരാളം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇതുവരെ കനാൻ ദേശത്ത് എത്തിയിട്ടില്ല, അല്ലേ? കനാൻ ദേശത്ത് എത്തിയിട്ടില്ല. മോശ ഇനിയും ധാരാളം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുവാനായിട്ട് യഹോവയായ ദൈവം മോശയോട് വളരെ പ്രതീകാത്മകമായി ആവശ്യപ്പെടുകയാണ്. നീ എൻ്റെ പിന്നാലെ വാ, പിന്നാലെ നടന്ന് നടന്ന് ഞാൻ നിന്നെ ഇനിയും ധാരാളം മഹത്വങ്ങളും അത്ഭുതങ്ങളും കാട്ടിത്തരാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. തിരിഞ്ഞു നോട്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവത്തോടുകൂടെ, പിതാവാം ദൈവത്തോടുകൂടെ, പുത്രനോടുകൂടെ ഇനിയും ധാരാളം നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തിരിഞ്ഞു നോട്ടം, നമ്മൾ എവിടെയാണ് വീണത് എന്നല്ല, നമ്മൾ എവിടെയാണ് തെന്നിപ്പോയത് എന്ന് നമ്മളൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശം ഇപ്രകാരമാണ്: നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള, ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്ക് വലിയ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഈസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ വാക്യത്തെക്കുറിച്ച് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് 2 തവണയാണ് കിഴക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ നമ്മുടെ ഓർത്തഡോക്സ് സഭയെ സാധാരണ വിളിക്കുന്നത് എന്ത് തരം സഭയെന്നാ? ഓറിയന്റൽ സഭകൾ എന്നാണ് വിളിക്കുന്നത്. ഓറിയന്റൽ സഭ എന്ന് പറഞ്ഞാൽ കിഴക്കൻ സഭകൾ എന്നാണ് അർത്ഥം. ഓറിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കിഴക്കെന്നാണ് ഓറിയന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ അവധിയാകുമ്പം ഒരു ക്യാമ്പിൽ പോകത്തില്ലേ, ഓറിയന്റ് എന്ന് ചേർത്തിട്ടുള്ള ഒരു ക്യാമ്പിൽ പോകത്തില്ല. എന്തുവാ അതിന് ക്യാമ്പിന്റെ പേരെന്താ? ഓറിയന്റേഷൻ ക്യാമ്പ്. ഓറിയന്റേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഓറിയന്റ് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്. ഓറിയന്റേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ദിശാബോധം നൽകുന്ന ഒരു ക്യാമ്പ്. ദിശാബോധം നൽകുന്നത് എങ്ങനെയാണ്? കിഴക്ക് എന്താണെന്ന് മനസ്സിലായാൽ പടിഞ്ഞാറ് മനസ്സിലാവും, അല്ലേ? പടിഞ്ഞാറ് മനസ്സിലായാൽ വടക്ക് മനസ്സിലാവും, തെക്കും മനസ്സിലാവും. ദിശാബോധം നൽകുന്നതാണ്. ഇനി നമുക്കതിൻ്റെ എന്തിനായിരിക്കും നീ കിഴക്കോട്ട് തിരിയാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഏലിയാവിന് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട്. ഏലിയാവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം പ്രതീകാത്മകമായ ഭാഷയിൽ ഏലിയാവിനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് തിരിഞ്ഞ് കിഴക്കോട്ട് ദൈവത്തിങ്കിലേക്ക് നീ തിരിയുക. നീ ഇപ്പം നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല. നിന്റെ നോട്ടം മുഴുവൻ നിന്നിലോട്ടാണ്. ഇനി നിന്റെ നോട്ടം എങ്ങോട്ടായിരിക്കണം? ദൈവസന്നിധിയിലേക്കായിരിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസ യാത്ര ആരംഭിച്ചപ്പോൾ ഇതുപോലൊരു ഓറിയന്റേഷൻ നമുക്ക് നടത്തിയായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ വിശ്വാസ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് എപ്പോഴാ? മാമോദീസായിൽ ഇതുപോലെ ഒരു ഓറിയന്റേഷൻ നടന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മ കാണത്തില്ല. മറ്റ് മാമോദീസ നമ്മൾ അന്നേരം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ പ്രായത്തിലല്ലല്ലോ. മറ്റു കുഞ്ഞുങ്ങളുടെ മാമോദീസയ്ക്ക് പോയപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാണ്. അവിടെ ഒരു ഓറിയന്റേഷൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. ഈ കുഞ്ഞിനെ നമ്മൾ പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തും, ഇല്ലേ? കുഞ്ഞിന്റെ തല പടിഞ്ഞാറോട്ട്, തല തൊടുന്നയാൾ ഇടത്തെ കൈ കൊണ്ട് കുഞ്ഞിന്റെ ഇടത്തെ കൈ പിടിക്കാൻ പറയും. എന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. പടിഞ്ഞാറോട്ട് നോക്കിയിട്ട്, പടിഞ്ഞാറെന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ്, ഇരുട്ടിന്റെ പ്രതീകമാണ്. അപ്പൊ അതിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇരുട്ടിലോട്ട് ഞാനില്ല എന്ന് ഈ കൊച്ചിനെ കൊണ്ട് നമ്മൾ ശപഥം ചെയ്യിക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? കൊച്ചിനെ നമ്മൾ തിരിച്ചു നിർത്തും, കിഴക്കോട്ട് നോക്കിയിട്ട് കുഞ്ഞിന്റെ വലത് കൈയിൽ ഈ പറയുന്ന കുഞ്ഞിന്റെ തലതൊട്ടപ്പൻ പിടിച്ചിട്ട് എന്താ പറയുന്നത്? മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. കിഴക്കോട്ട് നോക്കുകയാണ്. കിഴക്കെന്താണ്? സത്യവെളിച്ചമായ ക്രിസ്തു. സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ്. പക്ഷെ പ്രതീകാത്മകമായി നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? സത്യവെളിച്ചമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് മോളെ നീ നോക്കണം. ഇതാണ് നിന്റെ നോട്ടം എത്തേണ്ട സ്ഥലം എന്ന് ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതാണ് മാമോദീസ എന്ന് പറയുന്നത്. കുഞ്ഞിന് ഓറിയന്റേഷൻ കൊടുക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഇനി കിഴക്കോട്ടാണ് നോക്കേണ്ടത്. ഇവിടെയാണ് സത്യം വെളിച്ചമുള്ളത്, അപ്പുറത്ത് ഇരുട്ടാണ്. നമ്മൾ അങ്ങോട്ടല്ല നോക്കേണ്ടത്, ഇങ്ങോട്ടാണ് നോക്കേണ്ടത് എന്ന് കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓറിയന്റേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ? അല്ലേ? കുറച്ച് നാൾ പടിഞ്ഞാട്ട് പൊക്കോട്ടെ, എന്നിട്ട് അവന് ബോധം വന്നിട്ട് കിഴക്കോട്ട് വരട്ടെ എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ലേ? നമ്മൾ ആദ്യം മുതലേ അപ്പനും അമ്മയും കുഞ്ഞിനെ വെളിച്ചത്തിലോട്ട് തന്നെ നിർത്തുകയാണ്. മക്കളെ, നിങ്ങൾ നേരെ കിഴക്കോട്ട് പൊക്കോ, ഇതാണ് നമ്മുടെ വെളിച്ചം എന്ന് കുഞ്ഞിനെ ആദ്യമേ നമ്മൾ പഠിപ്പിക്കുക. കുഞ്ഞിന് അതിന് ബോധം ഉണ്ടാവേണ്ട കാര്യമില്ല. കൊച്ചിനെ തിരിച്ചു നിർത്തുകയാണ്. മക്കളെ, ഇങ്ങനെ പൊക്കോളാൻ പറഞ്ഞു.
കൊച്ചു പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പോയാൽ അതിന് വഴിതെറ്റിപ്പോവും. അതുകൊണ്ടാണ് അതിൻ്റെ തുടക്കത്തിലെ ജീവിതം ആരംഭിക്കുന്നതിന് ആ സമയത്ത് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ കിഴക്കോട്ട് തിരിച്ചു തരുന്നത്. കൊച്ചിന് കൊടുക്കുന്ന ഓറിയന്റേഷനാണത്. വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓറിയന്റേഷനാണ്. കിഴക്കോട്ട് നോക്കൂ എന്ന് കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഏലിയാവിന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഏലിയാവ് വഴിതെറ്റിപ്പോയപ്പോൾ കർത്താവ് പിന്നെയും പിടിച്ചു നിർത്തുകയാണ്. നീ ഇങ്ങോട്ട് നോക്കുക, നീ എന്നെ നോക്ക്, നീ നിന്നെ തന്നെ നോക്കാതെ നീ എന്നെ നോക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങളാണല്ലോ ദൈവത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. എന്താണ്? ഒന്ന് റിട്രോസ്പെക്ഷൻ, പുറകിലേക്ക് നോക്കുക. രണ്ട് മുന്നോട്ട് നോക്കുക, ഓറിയന്റേഷൻ. നീ കിഴക്കോട്ട് നോക്കുക, പുറകോട്ട് നോക്കി നിനക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് നീ ഒന്ന് ശ്രദ്ധിക്കുക. മുൻപോട്ട് നോക്കി എൻ്റെ പിന്നാലെ വരിക. മുൻപോട്ട് നോക്കി സത്യവെളിച്ചമായ ദൈവത്തിങ്കിലേക്ക് നീ നോക്കുക. നമ്മുടെ ഓരോ ധ്യാനവും ഈ പുറകോട്ട് നോട്ടവും മുന്നോട്ട് നോട്ടവും ഉണ്ടാകണം. മുന്നോട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ പുറകോട്ടുള്ള തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ പിന്നിലുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച് പൗലോസ്ലീഹ പറയുന്നത് പോലെ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും അത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാവുന്ന വലിയ തെറ്റാണ് ഞാൻ എന്ന ഭാവം എന്ന് പറയുന്നത്. അവന് പിന്നെ ഒന്നും കിട്ടത്തില്ല ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് യഹോവയായ ദൈവം ഏലിയാവിനെ ഒരുക്കുകയാണ്. നീ പുറകോട്ട് നോക്കി നിന്റെ കുറവുകളെക്കുറിച്ച് ബോധ്യപ്പെടുക, നീ മുൻപോട്ട് നോക്കി എൻ്റെ പിന്നാലെ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ഏലിയാവിന് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏലിയാവിന് കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. ഏലിയാവിന് ഭക്ഷണം കൊടുക്കുന്നതിനായി ഒരു കാക്കയെ ദൈവം അവിടെ കൽപ്പിച്ചാക്കി. കാക്കയാണ് അവൻ അപ്പവും ഇറച്ചിയൊക്കെ കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഏലിയാവിന് ഭക്ഷണത്തിനൊരു മുടക്കവും ഇല്ല, വെള്ളത്തിനൊരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഏലിയാവിനെ ദൈവം അവിടെ പോറ്റുകയാണ്. എന്തിനായിരിക്കും? വീട്ടിൽ പോയി താമസിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവൻ അവിടുന്ന് ഭക്ഷണവും അപ്പോൾ നല്ല എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കത്തില്ലായിരുന്നു. എന്തിനാ ഈ കാക്കയെ കൊണ്ട് അപ്പവും തോട്ടിലെ വെള്ളം മോശമൊന്നുമല്ല, നല്ല വെള്ളമാണ്. നമ്മുടെ തോട്ടിലെ പോലത്തെ വെള്ളമല്ല, നല്ല വെള്ളമാണ്. പക്ഷെ എന്തിനായിരിക്കും അവിടെ കൊണ്ടിരുത്തിയത്? യഹോവയായ ദൈവം ഏലിയാവിനോട് പഠിപ്പിക്കുകയാണ്. ഈ ഞാനെന്ന ഭാവമൊക്കെ അല്ലായിരുന്നു നിനക്ക്, സകലതും നിനക്ക് നൽകുന്നത് ദൈവമാണ്. നിനക്ക് തരുവാനായിട്ട് ഞാൻ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നീ പ്രത്യേകിച്ച് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തോ ഒരു സംഭവമാണെന്ന് നമുക്ക് തരുന്നതെല്ലാം നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മൾക്ക് ലഭിച്ചതൊന്നും നേരിട്ട് നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല. ചിലപ്പോൾ നമുക്ക് ലഭിച്ച വീട് പോലും നമ്മുടെ അമ്മയപ്പന്മാരോ അപ്പച്ചന്മാരോ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കാം. തനിയെ സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോഴും ഓർക്കുക, ആരുടെയെങ്കിലുമൊക്കെ സഹകരണമില്ലാതെ നമ്മൾ ഒന്നുമായി തീർന്നിട്ടില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയാന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ തന്നെ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. എന്തെങ്കിലും വിധത്തിലുള്ള സഹകരണം, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. തന്നെ സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊള്ളൂ, ഒരു ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നുപോയിക്കൂടാ. യഹോവയായ ദൈവം ഏലിയാവിനെ പഠിപ്പിക്കുന്ന അതാണ്. നിനക്ക് വെള്ളവും കാക്ക കൊണ്ട കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, റാവൻ എന്ന് പറയുന്നത് ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമായ ഒരു പക്ഷിയാണ്. അത് യഹോവ പറഞ്ഞതൊന്നുമല്ല അത് അശുദ്ധമാണെന്ന്, യഹൂദന്മാർ പറഞ്ഞതാണ് അശുദ്ധമാണെന്ന്. അപ്പൊ കർത്താവ് പറയും, യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ അശുദ്ധമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യത്തെ നിനക്ക് അശുദ്ധമെന്ന് പറയാൻ പറ്റും. ഒന്നിനെയും കുറച്ച് കാണരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെയും നമ്മൾ കുറഞ്ഞതായി കാണരുത്. നമ്മുടെ ചുറ്റുമുള്ള ഒന്നും, നമ്മൾ ചിലർ പറയില്ലേ, പൂച്ചയെ കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ചിലർ അതിനെക്കുറിച്ച് പറയുന്ന ചില ആളുകൾ പറയും, പൂച്ച വേണം, പൂച്ച ഉണ്ടെങ്കിലേ പൂച്ച എലിയെ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എലിയെ പിടിക്കാൻ പിന്നെ വേറൊരാൾ വരും. അതാരാണ്? നമ്മളിപ്പോൾ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പാമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നിനെയും, ഈ പ്രകൃതിയിലുള്ള ഒന്നിനെയും നമുക്ക് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഒന്നും കുറഞ്ഞതാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇതോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു കാര്യമാണ് തൊട്ടടുത്തുണ്ടാകുന്നത്. അത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, അവിടെ പറയുന്നുണ്ട്, കെരീത്ത് തോട്ടിൽ നിന്നുള്ള വെള്ളം കുടിച്ചു. കെരീത്ത് തോട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കെരീത്ത് തോട്ടിൽ നിന്നുള്ള വെള്ളം കുടിച്ചു. കാക്ക അവന് അപ്പം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യായികയാൽ
കെരീത്ത് തോടിലെ വെള്ളം വറ്റിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ അവിടെ പോയി വലിയ ഗമയിൽ പോയി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യില്ല. എന്നാൽ പിന്നെ ഒന്നുകൂടെ പറഞ്ഞുകൂടെ, ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്യുകയെന്ന് പറയാൻ ഏലിയാവിന് പറ്റില്ല. അത് പഠിപ്പിക്കുകയാണ് യഹോവയായ ദൈവം. അത് ഞാൻ പറയും, അത് നീയല്ല പറയേണ്ടത്. നീ പോയി വലിയ കാര്യമായിട്ട് അവിടെ പോയി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ. അന്ന് എന്താണ്ട് കെരീത്ത് തോടിലെ വെള്ളം പറ്റി, ഇനിയിപ്പോൾ എന്തോ ചെയ്യും? കെരീത്ത് തോടിലെ വെള്ളം വറ്റിപ്പോയി. മഴ പെയ്യാകിയാൽ കെരീത്ത് തോടിലെ വെള്ളം വറ്റി. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും ഏലിയാവിന് ഉണ്ടായതെന്തെന്നാൽ. ഇപ്പോഴാണ് ഏലിയാവിന് ഈ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് രണ്ടാമത്തെ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്? കുറച്ച് കഴിഞ്ഞപ്പം ഈ വെള്ളം വറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ്, അപ്പം ഞാൻ പറഞ്ഞാൽ ഇത്ര നേരം ഇരിക്കുകയായിരുന്നു അല്ലേ, പശ്ചാത്താപിക്കുകയാണ്, പശ്ചാത്താപമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ റിസറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്, ഉയർപ്പ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ആ വീഴ്ചയിൽ നിന്നുള്ള എഴുന്നേൽപ്പാണ്. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സീദോനോട് ചേർന്നുള്ള സാരഫാത്തിലേക്ക് ചെല്ലുക എന്ന ഈ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സീദോൻ എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വലിയൊരു വിലാപമുണ്ട്. കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സേദേ നിനക്ക് അയ്യോ കഷ്ടം, നിന്നിൽ നടന്ന അത്ഭുത പ്രവർത്തികൾ സോരിലും സീദോനിലുമാണ് നടന്നിരുന്നതെങ്കിൽ അവർ പണ്ടേ രട്ടിലും വെണ്ണീരിലും കിടക്കുമായിരുന്നു. അപ്പം ഈ സീദോന്റെ പ്രത്യേകത എന്തായിരിക്കും? കോരസീന്റെ പ്രത്യേകത എന്തായിരിക്കും? ബെത്സേദയുടെ പ്രത്യേകത. കോരസീനും ബെത്സേദയും യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അവരോട് പറയുകയാണ്, കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സേദേ നിനക്ക് അയ്യോ കഷ്ടം, നിന്നിൽ നടന്ന അത്ഭുത പ്രവൃത്തികൾ സോരിലും സീദോനിലുമായിരുന്നെങ്കിൽ. അതിനകത്തെ സീദോനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഈ സോരിന്റെയും സീദോന്റെയും പ്രത്യേകത എന്താ? യഹൂദന്മാരില്ല അവിടെ. അവിടെ വിജാതീയരായ മനുഷ്യരാണ്, മറ്റു ജാതിക്കാരായ മനുഷ്യരാണ്, യഹൂദന്മാരല്ലാത്തവർ താമസിക്കുന്ന സ്ഥലമാണ്. നിങ്ങളിൽ ഇപ്പോ യഹൂദന്മാരായ നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നടന്ന അത്ഭുത പ്രവൃത്തികൾ അവിടെ എങ്ങാനുമാണ് നടന്നിരുന്നതെങ്കിൽ അവർ പണ്ടേ രട്ടിലും വെണ്ണീരിലും കിടക്കുമായിരുന്നു. അപ്പോ ഇപ്പോ യഹോവയായ ദൈവം ഏലിയാവിനോട് ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? നേരത്തെ നാട്ടിലായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കെരീത്ത് തോടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീടിന് ഗിലെയാദിനടുത്തുള്ള തിഷ്ബയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്, യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് യഹോവയായ ദൈവം പറയാണ്, നീ പോയി സീദോനിലേക്ക് പൊക്കോളെ. സീദോനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. എന്താ? അവിടെ യഹൂദന്മാരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ അന്നത്തെ ഒരു മെന്റാലിറ്റി പ്രകാരമാണ്, അന്യജാതിക്കാരോട് സംസാരിച്ചാൽ അശുദ്ധമായി തീരും, അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോഴാണ് യഹോവയായ ദൈവം പറയുന്നത്, നീ പൊക്കോ, സീദോനിലേക്ക് പൊക്കോ. അവിടെ ഞാൻ സാരഫാത്തിലുള്ള ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. വീണ്ടും വീണ്ടും ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒന്ന്, നാട് വിട്ട് അന്യ ജാതിക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുക, അശുദ്ധനായി തീരാൻ സാധ്യതയുണ്ട്. അവനോട് പറയുകയാണ്, നീ അവിടെ ഒരു വിധവയുടെ അടുക്കൽ ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഹ്യൂമിലിയേഷനാണ് അത്. കാരണം എന്താണെന്നറിയാമോ? യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ ഒരു മൃഗമായിട്ടോ ഒരു സ്ത്രീയായോ ജനിപ്പിക്കാതിരുന്നതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എത്ര മോശമായൊരു പ്രാർത്ഥനയാണെന്ന് നോക്ക്. യഹൂദന്മാർ സ്ത്രീകളെ വളരെ കുറഞ്ഞവരായിട്ടാണ് കണ്ടിരുന്നത്, വളരെ കുറഞ്ഞവരായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പോലും എഴുതിയിരിക്കുമ്പോൾ പറയുന്നില്ലേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ 5000 പേർ. ഇവരെ ഒന്ന് എണ്ണണ്ട. അങ്ങനെയായിരുന്നു യഹൂദന്മാരുടെ ഒരു ചിന്താഗതി, ഇവരെ എണ്ണണ്ട. അത്ര മോശമായി സ്ത്രീകളെ കുറിച്ച് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് യഹോവയായ ദൈവം. അപ്പോൾ ഓർക്കണം, ഇതൊന്നും യഹോവ പറഞ്ഞതല്ല ഇവരോട്. സ്ത്രീകളെ കുറച്ച് കാണാനും സ്ത്രീകളായി ജനിക്കരുതെന്ന് പ്രാർത്ഥിക്കാനും ഒന്നും യഹോവ കൽപ്പിച്ചതല്ല ഇവരോട്. ഇവരുടെ അഹങ്കാരം കൊണ്ട് യഹൂദന്മാർ കണ്ടുപിടിച്ച ചില പ്രാർത്ഥനകളാണ് ഇതൊക്കെ. അപ്പോൾ യഹോവയായ ദൈവം അതൊക്കെ തിരുത്തുക. നീ പോയിട്ട് ആ സ്ത്രീയുടെ അടുക്ക പോ. അതിനേക്കാളും വലിയ സങ്കടം എന്താണ്? ആ സ്ത്രീ എന്താണ്? ഒരു വിധവയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥനകളിലും അവരുടെ നിയമങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അനാഥരെയും വിധവമാരെയും കരുതണം അല്ലേ? അപ്പൊ അനാഥരും വിധവമാരും ഒരു വിധത്തിലുള്ള റിസോഴ്സസും ഇല്ലാത്ത ആളുകളാണ്. അവരങ്ങോട്ട് സ്വീകരിക്കുന്നവരാണ്, ഇങ്ങോട്ട് തരുന്നവരല്ല.
അങ്ങോട്ട് സഹായം മേടിക്കുന്നവരാണ്, ഇങ്ങോട്ട് തരാൻ പ്രാപ്തിയുള്ളവരല്ല. പക്ഷേ യഹോവ പഠിപ്പിക്കുന്നത് എന്താ? നീ വിജാതീയരായ മനുഷ്യരുടെ അടുത്ത് പോകണം, അതും എൻ്റെ മക്കളാണ്. നിങ്ങൾ അവിടെ പോ, നിനക്ക് അവിടെ ഇന്നത്തെ ഫുഡ്, ഇന്നത്തെ ഭക്ഷണം ഞാൻ നിനക്ക് അവിടെ വെച്ചേക്കുന്നത് അവിടെയാണ്. അത് സ്ത്രീയാണ്, നീ കുറഞ്ഞതെന്ന് കരുതുന്ന ഒരു സ്ത്രീയാണ്. നീ ഇങ്ങോട്ട് തരാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിധവയാണ് നിന്നെ ഇനി പുലർത്താനായിട്ട് പോകുന്നത്. എത്ര വലിയ ക്ലാസ്സാണ്, ഓറിയന്റേഷൻ ക്ലാസ്സാണ് യഹോവയായ ദൈവം ഏലിയാവിന് കൊടുക്കുന്നത്, അല്ലേ? ഒന്നിനെയും കുറഞ്ഞതായി കാണരുതെന്ന് പറഞ്ഞ് ഏലിയാവിനോട് പറയുകയാണ്, നിന്റെ ജാതിയാണ് പ്രധാനപ്പെട്ട മേൽജാതി എന്ന് ചിന്തിക്കുന്ന. ഇന്ത്യയിൽ അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പോഴും വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ നാട്ടിലും ജാതി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാതിയുണ്ട്. ജാതി അനുസരിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഇടയിൽ വളരെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ പൊതുവെ ഓർത്തഡോക്സുകാരുടെയും സുറിയാനി ക്രിസ്ത്യാനികളുടെയൊക്കെ വിചാരം അവരെല്ലാം ബ്രാഹ്മണന്മാരാണെന്ന്. ബാക്കിയുള്ളവരെല്ലാം കുറഞ്ഞ മനുഷ്യരാണ്. ഞങ്ങൾ വലിയ ഉയർന്ന ജാതിക്കാരും ബാക്കിയുള്ളവരെല്ലാം കുറഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നവരാണ്. വളരെ മോശമായ ഒരു ചിന്ത. യഹോവയായ ദൈവം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്ന, ഒന്നും കുറഞ്ഞതല്ല. ഈ റീസെൻ്റ്ലി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ആ നിതിൻ രാജ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യത്തിൽ അവൻ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇപ്രകാരമുള്ള ഒരു നിലപാടാണ്, അല്ലെ? ഞങ്ങൾ വളരെ ശ്രേഷ്ഠരാണ് എന്ന ഒരു കൂട്ടം, അത് ആരെയും പ്രത്യേകിച്ച് ഒരു ജാതിയും നമ്മൾ കുറ്റം പറയേണ്ട. നമ്മളും ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല. നമ്മളും അങ്ങനെയുള്ള നിലപാടുകൾ ഒട്ടും മോശമല്ല എന്നാണ് നമ്മുടെയൊക്കെ സാഹചര്യവും. നമ്മുടെ വീട് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സഹായിക്കാൻ വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് കരുതുന്നതെന്ന് നോക്കിയാൽ മതി. അവരോട് നമ്മൾ പറയുന്ന പേരുകൾ നമ്മൾ നോക്കിയാൽ മതി. അവരങ്ങോട്ട് പോകുമ്പോൾ അവരെന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഇച്ചിരി ധൈര്യമായ ഒരു വർത്തമാനം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വർത്തമാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവൻ്റെ ജാതിപ്പേര് പറയും. അവനായതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്തത് എന്ന് പറയും. ഇത് യഹോവയായ ദൈവവും പുതിയ നിയമത്തിൽ യേശു തമ്പുരാനും ശക്തമായി എതിർത്തിരുന്ന ഒരു കാര്യമാണ്. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. ഈ ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ ശത്രുക്കളായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ശമരിയക്കാരെ വളരെ കുറഞ്ഞവരായിട്ടും അശുദ്ധരായിട്ടുമാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു എപ്പം എന്തെങ്കിലും പറയുമ്പോഴും ശമരിയക്കാരെ കൊണ്ടുവരും. അവിടെ ഒരു ഉപമയുണ്ട്. നിങ്ങളത് ഒരു ഉപമയല്ല, യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് 10 കുഷ്ഠരോഗികൾ വരുന്നുണ്ട്. ഞങ്ങളെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞു. കർത്താവേ, ഞങ്ങളെ സൗഖ്യമാക്കണേ എന്നാണ് പറയുന്നത്. സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നു യേശു ക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്തിനാണ്? സൗഖ്യം ലഭിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുരോഹിതന്മാർ. പക്ഷേ യേശു ക്രിസ്തു അവരെ സൗഖ്യമാക്കിയില്ല. പക്ഷെ അവർ തിരിച്ചു പോകുന്ന വഴി അവർക്ക് സൗഖ്യം ലഭിച്ചു. അപ്പോൾ യേശു ക്രിസ്തു മുന്നമേ കണ്ടിട്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുത്തു, ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ് എന്ന്. പോണ വഴിക്ക് അവർക്ക് സൗഖ്യം ലഭിച്ചു. ഈ 10 പേരിൽ ഒരാൾ ശമരിയക്കാരനായി. ആ ശമരിയക്കാരൻ വന്ന് യേശുവിൻ്റെ അടുക്കൽ, അവൻ സൗഖ്യം ലഭിച്ചു എന്ന് മനസ്സിലാക്കിയ ശമരിയക്കാരൻ 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അവൻ തിരിച്ചു വന്നിട്ട് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, താങ്ക് യു, നീ എന്നെ സൗഖ്യമാക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ യേശു ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ 9 വേറെ യഹൂദന്മാരുണ്ടായിരുന്നല്ലോ, അവന്മാർ വന്നില്ല താങ്ക് യു പറയാനായിട്ട്. നിങ്ങൾ അശുദ്ധരെന്ന്, നിങ്ങൾ കുറഞ്ഞവരെന്ന് പറയുന്ന ഇവനാണ്, ഈ ശമരിയക്കാരനാണ് എന്നോട് വന്നിട്ട് താങ്ക് യു പറഞ്ഞത്, അല്ലെ? നമ്മൾ താങ്ക് യു പറയുക, നന്ദി പറയുക എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വലിയ ജാതി ആയതുകൊണ്ട് സംസ്കാരം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതാണ് യേശു തമ്പുരാൻ അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വലിയ ജാതിക്കാരാണെന്ന് പറഞ്ഞിട്ട്, വലിയ ഉയർന്നവരാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ അത് തന്നെയാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നു. അവനെ കള്ളന്മാർ പിടിക്കുന്നു, അവനെ അപകടപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു, അവനെ വഴിയിൽ ഉപേക്ഷിക്കുന്നു. അവൻ്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് ആരാണ്? ഒരു പുരോഹിതനാണ്. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതനെ തിരിച്ചറിയുവാൻ, ഇപ്പൊ നമ്മൾ ഫാദർ ആൻഡ്രൂസ് എന്നും ഫാദർ ജോജി എന്നൊക്കെ പറയുന്നത് പോലെ കൊഹേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പുരോഹിതന്റെ. അപ്പൊ പേരിൽ തന്നെ അവൻ വ്യത്യസ്തനാണ്, വസ്ത്രത്തിൽ ഒരു പുരോഹിതൻ വ്യത്യസ്തനാണ്. പക്ഷേ അവിടെ എഴുതി വച്ചിരിക്കുന്ന എന്താ? ആ പരിക്ക് പറ്റിയവൻ ഈ വശത്ത് കിടന്നു, പുരോഹിതൻ ആ വശത്തോട്, മറുവശത്തുകൂടെ, വഴിയുടെ മറുവശത്തുകൂടെ അവൻ അങ്ങ് കടന്നുപോയി എന്നാണ് പറയുന്നത്. രണ്ടാമത് വന്ന ആരാണ്? ഒരു ലേവ്യനാണ്. ലേവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതന്മാരാകാം, പക്ഷെ ഇവിടെ പുരോഹിതനല്ല,
ദേവാലയത്തിലെ ജോലി ചെയ്യുന്നവരാണ് ലേവ്യൻ. നമ്മളെല്ലാവരുമാണെന്ന് കൂട്ടിക്കോളൂ അത്, അല്ലേ? നമ്മളെല്ലാവരും ദേവാലയത്തിൽ വരുന്നവരാണ്. അപ്പൊ ദേവാലയത്തിൽ വരുന്നവനിൽ നിന്ന് ലേവ്യൻ യെരൂശലേം ദേവാലയത്തിൽ പാട്ടുപാടുന്നവനോ അവിടെ വായനക്കാരനോ അവിടെ വാതിൽ കാവൽക്കാരനോ ദേവാലയം ശുചിയാക്കുന്നവനോ, അങ്ങനെ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലേവ്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധാർമ്മികതയാണ്. അങ്ങനെ അവനും ചെയ്തത് എന്താണ്? ആ വഴിയുടെ മറുവശത്തുകൂടെ കടന്നുപോയി. പിന്നെ വന്നത് ആരാണ്? യേശുക്രിസ്തു പറയുന്നു അതൊരു ശമരിയക്കാരനായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ കുറഞ്ഞവനാണ്. പക്ഷെ ആ ശമരിയക്കാരൻ വന്നിട്ട് ഈ വീണ് കിടന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അയാളുടെ മുറിവുകൾ കെട്ടി അയാളെ സത്രത്തിലാക്കി അയാൾക്ക് വേണ്ടുന്ന പണം കൊടുത്ത് എന്നിട്ട് ആ സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. യേശു തമ്പുരാൻ അവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണ്? തന്നെ കേൾക്കുന്നവർ വേറെ ആരെയെങ്കിലും ഉദാഹരണമാക്കാമായിരുന്നു യേശുക്രിസ്തുവിനെ. പക്ഷെ യേശുക്രിസ്തു ഉദാഹരണമാക്കിയത് ഒരു ശമരിയക്കാരനെയാണ്. യേശുക്രിസ്തു അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒന്നും കുറഞ്ഞതല്ല. ഒന്ന്, ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിങ്ങളെ തന്നെ ശ്രേഷ്ഠരെന്ന്, വലിയ ജാതിക്കാരെന്ന്, വലിയ കുടുംബക്കാരെന്ന് നിങ്ങൾ നിങ്ങളുടെ പേരുകൊണ്ടും നിങ്ങളുടെ വസ്ത്രം കൊണ്ടും ഒക്കെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യത്വമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ ജാതിവാലും ഒക്കെ ഉള്ളവരാണെങ്കിലും മനുഷ്യത്വമില്ലെങ്കിൽ നിങ്ങൾ ദൈവേഷ്ടമല്ല ചെയ്യുന്നത് എന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ദാ നോക്കൂ, ശമരിയക്കാരൻ നിങ്ങൾ കുറഞ്ഞവനെന്ന് കാണുന്ന അവന് മനുഷ്യത്വമുണ്ട്, അവൻ ചെയ്യുന്നതാണ് ദൈവേഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ അവനാണ് നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യത്വം ചെയ്യുന്നവൻ, മനുഷ്യരോട് നന്മ ചെയ്യുന്നവൻ, സഹജീവികളോട് സഹസൃഷ്ടിയോട് നന്മ ചെയ്യുന്നവൻ. ഏലിയാവിനെ യഹോവയായ ദൈവം പഠിപ്പിക്കുന്നതും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ്. ഒന്ന്, ഏലിയാവ് താനെന്ന ഭാവത്തിൽ നിന്ന് പിന്തിരിയുവാൻ യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുകയാണ്. നീ ഒന്ന് പുറകോട്ട് നോക്കുക, നീ എവിടെയാണ് വീണത് എന്നല്ല, നീ എവിടെയാണ് തെന്നിപ്പോയതെന്ന് നീ നോക്കുക. നിന്റെ ജീവിതത്തിൽ നീ തെറ്റായ തീരുമാനം എവിടെയാണ് എടുത്തത് എന്ന് നീ നോക്കുക. പിന്നെ നീ മുൻപോട്ട് നോക്കുക, എൻ്റെ പിന്നാലെ വരിക. ലുക്ക് ടുവേർഡ്സ് ദ ഈസ്റ്റ്, ടേൺ ടുവേർഡ്സ് ഗോഡ്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരിക. യഹോവയായ ദൈവം വീണ്ടും ഏലിയാവിനോട് പറയുകയാണ്, നീ ആരെയും കുറഞ്ഞവനെന്ന് കാണരുത്, ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് നീ കാണരുത്. അവസാനത്തെ ഒരു വാക്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറഞ്ഞ ഏലിയാവ് അവസാനം സാരഫാത്തിലെ വിധവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിധവയെടുത്ത് പറഞ്ഞ് എനിക്ക് ഇച്ചിരി ഭക്ഷണം തരണം, എനിക്ക് ഇച്ചിരി വെള്ളം തരണം. അപ്പോൾ ആ വിധവ പറയും, ഇല്ല, ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ, ഞാനിപ്പോൾ ഈ വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ കലത്തിലെ മാവ് കുറയാൻ പോവുകയാണ്, കൊമ്പിൽ എണ്ണയില്ല, അതുകൊണ്ട് ഞാനിത് അപ്പം കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും ആത്മഹത്യ ചെയ്യാൻ പോവുക. അപ്പോൾ ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട. 14-ാമത്തെ വാക്യമാണ്, ഭയപ്പെടേണ്ട. 13-ാമത്തെ വാക്യം, നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും മകനും ഉണ്ടാക്കിക്കൊള്ളുക. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്യം, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇത്രയും നേരം ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരു നല്ല ക്ലാസ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഏലിയാവിന് മനസ്സിലായി, ഭയപ്പെടേണ്ട, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെയും കൊമ്പിലെ എണ്ണ വറ്റിപ്പോകാതെയും കാത്തുകൊള്ളും. യഹോവ ഞാനല്ല, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു മാറ്റം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് യഹോവയായ ദൈവം ശഠിച്ചതിൻ്റെ കാരണം ഈ ഏലിയാവിനെ കൊണ്ടാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് യഹോവയ്ക്ക്. നമ്മൾ ഏലിയാവിനെ ഓർക്കാത്ത ഒരു കുർബാന പോലും നമുക്കില്ല. നമുക്കറിയാമോ എന്താ അത്? കാരണം എന്താ? ഏലിയാവിനെ ഓർക്കാത്ത ഒരു വിശുദ്ധ കുർബാന പോലുമില്ല. ഏലിയാവിൻ്റെ പേര് അച്ഛൻ കുർബാനയിൽ ഓർക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അച്ഛൻ സ്ഥിരം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, അനിൻമൊറിയോ കർത്താവേ എന്നോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞ് നെഞ്ചത്ത് ഇങ്ങനെ അടിച്ച് പ്രാർത്ഥിക്കത്തില്ലേ? അത് ആരുടെ പ്രാർത്ഥനയാണെന്നറിയാവോ? ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ ബലിയിൽ യഹോവയായ ദൈവം പ്രീതിപ്പെടണമെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഓരോ കുർബാനയിലും ചൊല്ലുന്നത്. കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. ഈ തലത്തിലേക്ക് ഏലിയാവിനെ ആത്മീയമായി യഹോവയായ ദൈവം ഉയർത്തി എന്നുള്ളതാണ്. ഏലിയാവ് തൻ്റെ വീഴ്ചയെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്.
ഈ പരിശുദ്ധന്റെ ഓർമ്മയിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധനോടൊപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും തിരിഞ്ഞു നോക്കുവാൻ, ഞാൻ എല്ലാം ഓക്കെയാണെന്നല്ല, എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവമേ അത് തിരുത്തി പരിഹരിച്ച് ഏലിയാവിനെ പോലെ നിന്റെ വേലയ്ക്കായി എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ.